സർ വി ഡി സതീശൻ ഒരു വലിയ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അധികം കളിക്കണ്ട, സിപിഎമ്മിനോട് മാത്രമല്ല ബിജെപിക്കും അത് ബാധകമാണെന്ന് കരുതുന്നു. കേരളം ഞെട്ടുന്ന വാർത്ത തന്റെ കയ്യിലുണ്ട്, താൻ ആ ബോംബ് പൊട്ടിക്കും എന്നൊക്കെയാണ് വി ഡി സതീശൻ പറയുന്നത്. തന്റെ ആക്ഷൻ കണ്ട് ഇതൊരു വെല്ലുവിളിയാണെന്ന് നിങ്ങൾ ധരിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ തന്നെയാണ്, കേരളം ഞെട്ടും എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഏതെങ്കിലും ഒരു വലിയ ബി നേതാവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണോ വി ഡി സതീശന്റെ ഇത്തരം ഒരു പരാമർശം, അതോ സിപിഎമ്മിലെ ആരെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ടാണോ എന്നൊക്കെ രീതിയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. എങ്ങനെ കാണാം വി ഡി സതീശന്റെ ഈ ഒരു കേരളം ഞെട്ടുന്ന വാർത്തയെ? അപ്പൊ അദ്ദേഹം ഈ വെടികൊണ്ട പന്നിയുടെ കൂട്ടാ 2 ദിവസം കൊണ്ട് നടക്കുന്നത്. ആ പടം ഇന്ന് നിങ്ങൾ വാർത്താ സമ്മേളനം കണ്ടാൽ മനസ്സിലാവും. അദ്ദേഹം അത് നല്ല മനുഷ്യനാട്ടോ. അന്ന് സ്വന്തം പ്രയത്നം കൊണ്ട് പ്രതിപക്ഷ നേതാവ് വരെ ആയിട്ടുള്ള ആളാ. എനിക്കറിയാവുന്ന അനുസരിച്ച് അദ്ദേഹം ഒതുക്കപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന് അധികം ഗോഡ് ഫാദർമാരൊന്നും ഇല്ലാതെ സ്വന്തമായിട്ട് വന്നിട്ടുള്ള ആളാണ്. തോപ്പിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്ത സീറ്റ് സ്ഥിരമായിട്ട് കോൺഗ്രസിന് വാങ്ങിച്ചു കൊടുത്ത ആൾ. അപ്പൊ ആ രീതിയിലൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഇദ്ദേഹം ഈ ഓടുന്നതിന്റെ കൂട്ടത്തിൽ ശത്രുക്കൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇദ്ദേഹം മാങ്കൂട്ടത്തിനെ കൊണ്ട് വന്ന് മാങ്കൂട്ടത്തിനെ കിട്ടിയ അടിക്കാൻ ഉപയോഗിച്ച വടി ഇപ്പോഴും ഇയാളുടെ തലയ്ക്ക് മേളിൽ നിൽക്കുക. അപ്പം ഇയാളത് ആ വടി പിടിച്ചു മേടിച്ച് കളയാൻ പലവട്ടം നോക്കിയിട്ട് നടന്നില്ല. അതിന് മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെപ്പിക്കാൻ നോക്കി, അത് നടന്നില്ല. അന്നേരം രമേശ് ചെന്നിത്തല പറഞ്ഞു രാജിവെക്കണം. എല്ലാരും പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ്സുകാരായിട്ടുള്ള മൊത്തം ആൾക്കാരും പറഞ്ഞു രാജിവെക്കണം. അപ്പൊ ഇയാളുടെ കയ്യിൽ നിന്ന് സ്ഥാനം പോയി. വീണ്ടും ഇയാളുടെ വീട്ടിലേക്ക് വിത്തുകാളയും കൊണ്ട് BJP-കാരൻ പ്രകടനം നടത്തുന്നു. അതായത് ആ കോൺഗ്രസിനകത്തും വെളിയിലുമുള്ള ആൾക്കാർ ഒരുപക്ഷെ മാങ്കൂട്ടത്തിലിന്റെ അയാൾ ഇന്നേരം ജനറ്റിക് തന്തയോ മറ്റേ തന്തയെന്നൊക്കെ ഇവൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ, കരുണാകരന്റെ പത്മജയുടെ കാര്യം പറഞ്ഞതുപോലെ ഈ മാങ്കൂട്ടം. അതുപോലെ ഇപ്പം ഇദ്ദേഹത്തിന്റെ സ്വന്തം അച്ഛനല്ലെങ്കിൽ അതുപോലെ ആ സ്ഥാനത്ത് നിന്ന് ഇതുവരെയുള്ള ഉയർച്ചയ്ക്കൊക്കെ ആക്കം കൂട്ടി കൊടുത്തതും സഹായം ചെയ്തു കൊടുത്തതുമായിട്ടുള്ള ആളാണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇദ്ദേഹം ഇതിനകത്ത് നിന്ന് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരെയും വിമർശിക്കുന്നതിന്, മാങ്കൂട്ടത്തിൽ വിമർശിക്കുന്നതിന് സൈഡ് നിന്ന് കൊടുത്തതും അത് ഇന്നാൾക്ക് ഈ പറഞ്ഞ വി ഡി സതീശന് വേണ്ടിയാണെന്ന് വിചാരിക്കുന്ന നേതാക്കന്മാർ വളരെ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ഈ പറഞ്ഞ വിഷയത്തെ പറ്റി ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയോട്ട് ആസ്ട്രേലിയൻ പര്യടനത്തിൽ നിന്നുകൊണ്ടിരുന്ന രമേശ് ചെന്നിത്തല ചോദിച്ചപ്പോൾ പറഞ്ഞ റീൽസ് കൊണ്ട് നടന്നാൽ രാഷ്ട്രീയ പ്രവർത്തനം ആവത്തില്ല. പിന്നെ നല്ല ആൾക്കാർ തെരഞ്ഞെടുക്കുമ്പോൾ നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കും. യുവാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടി ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കണം. അപ്പൊ ഈ പറഞ്ഞതുമെല്ലാം ശരിയാണ്, അതിനകത്ത് എന്ത് കുഴപ്പമുണ്ടെന്നില്ല. എന്നിട്ട് വീണ്ടും അയാൾ പറയുന്നുണ്ട്, കുഴപ്പക്കാരനാണെന്ന് കണ്ടപ്പോഴേ ഞങ്ങൾ പുറത്താക്കി, അപ്പൊ പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, വേറെ പാർട്ടി എങ്ങനെ ചെയ്യും. അപ്പം അതിനകത്തൊന്നും എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഈ കാര്യം കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, വെടികൊണ്ട വന്നിയുടെ കൂട്ട് പുള്ളി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നപ്പോ വീണ്ടും മാധ്യമങ്ങൾ വന്നപ്പോൾ പുള്ളി പറഞ്ഞു, കാണിച്ചു തരാം, ഈ പറയുന്ന BJP-ക്ക് ഞാൻ കാണിച്ചു തരാം, പറയുന്ന CPM-ന് ഞാൻ കാണിച്ചു തരാം, ഇരിപ്പുണ്ട്, 2 ദിവസിക്കാൻ ഈ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഈ 2 ദിവസിക്കാൻ വരണം. ഇത് ഷിപ്പേന്ന് അമേരിക്കയിൽ നിന്നൊന്നും വരേണ്ട കാര്യമില്ലല്ലോ, ഫ്ലൈറ്റ് കപ്പലേൽ എങ്ങൊന്നും 2 ദിവസം കഴിഞ്ഞ് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ പറയുന്ന ആരോപണ വിധേയനായിട്ടുള്ള ആളിന്റെ ഡീറ്റെയിൽസ് അയാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ പത്രക്കാരുടെ മുമ്പിൽ വെച്ച് അയാൾ ആ പറയുന്ന ആളുടെ പേര് പറയട്ടെ. പിന്നെ ഡീറ്റെയിൽസ് വീട്ടിൽ ചെന്ന് എടുത്ത് കൊടുത്താൽ പോരെ. പത്രക്കാർ ഇങ്ങനെ പുറകെ നടക്കൂല്ലേ വണ്ടി വിട്ട്. കാരണം ഇവിടുന്ന് ആ പാവം പിടിച്ച മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ നിന്ന് അവനൊരു ചായ കുടിക്കാൻ നിവർത്തി കിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഏനാത്തോട്ട് വണ്ടി വിട്ടു പോയപ്പോ ഇവന്മാര് തിരുവനന്തപുരത്ത് പോകാൻ പറഞ്ഞ് നോക്കിയപ്പോ 24 പത്രക്കാർ ഇവന്റെ പുറകിൽ. ഇവർക്ക് ഒരു പണിയില്ല. അപ്പം പത്രക്കാരുടെ കാര്യത്തിൽ കുഴപ്പമില്ല, വിളിച്ചു വരുന്നതൊന്നും വേണ്ട, ഇവന്മാര് പുറകെ നടക്കുക. ഇന്നപോലെ സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, അവന്മാര് പുറകെ ചെല്ലും. കാരണം അവർക്ക് റേറ്റ്. അപ്പൊ അങ്ങനെ കൊടുത്താൽ പോരെ. ഈ വെല്ലുവിളിയുടെ കാര്യമുണ്ട്. 2 ദിവസിക്കും ഗോവിന്ദമാഷി പറഞ്ഞ് ഇയാൾ എന്താ വേണേലും കൊണ്ടുപോവാ, എന്തോ ബോംബ് വേണേലും കൊണ്ടുപോകാം, ഞങ്ങൾക്ക് ബോംബും ഒന്നും പ്രശ്നമില്ല, ഞങ്ങളുടെ ഇതിനകത്തുണ്ട്, ഞങ്ങൾ നേരിട്ടോളാം. ഇതിനകത്ത് തന്നെ വീണ് പൊട്ടാതിരിക്കാൻ സൂക്ഷിച്ചോണം. അപ്പൊ പിന്നെ വേറൊരാളുണ്ട്, ഇപ്പം കോൺഗ്രസ് കണ്ടുപിടിച്ച ഇയാളാണോ സംശയമുണ്ട്, ഈ വാര്യർ കൊച്ചാട്ടൻ പറഞ്ഞു, ഒരു കോർ കമ്മിറ്റി അംഗമാണ്, എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് സാധനം. ഇന്നലെ അയാളുടെ സാധനം എല്ലാം എടുത്ത് വെച്ച് മറ്റന്മാര് കാണിക്കാമെന്ന് പറഞ്ഞിരിക്കുക. ഇതിപ്പോ ആരുടെയൊക്കെ വെളിയിൽ വരും എന്നുള്ള കാര്യത്തെ എനിക്ക് നാളെ കാലത്ത് നമുക്ക് അറിയത്തില്ല. എന്തുവായാലും ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ വി ഡി സതീശന് ഈ പറ്റിയ നാളെ കാണിക്കാം മറ്റന്നാൾ കാണിക്കാം എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. എയ്റോപ്ലെയിനിലും ഷിപ്പേലും ഒന്നും കാണിക്കേണ്ട സാധനം വരേണ്ടതായിട്ടില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പറയുന്ന ആളിന് ഇതിന്റെ പേരും അല്ലേം കാണിക്കാൻ ഇരിക്കുന്ന കാര്യങ്ങളും ഉണ്ടെങ്കിൽ കാണും. അത് ഒരുപക്ഷെ അത് ഡീറ്റെയിൽ ചെയ്യണമെങ്കിൽ തെളിവുകളും അല്ലെങ്കിൽ ചാറ്റുകളും ഒക്കെ വീട്ടിൽ പോയി എടുത്ത് കാണിക്കേണ്ടി വരും. പക്ഷെ പേരെന്ന് പറയാറുന്നല്ലോ. വി മുരളീധരൻ ഇപ്പൊ ചോദിച്ചോണ്ട് ഇയാളെന്തിനാ നാളെ പറയുന്നത്, ഇപ്പൊ തന്നെ പേര് പറഞ്ഞൂടെ? വി മുരളി വിചാരിക്കുന്നത് ഞാനല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ അവൻ ഇതിനകത്തൊന്നും വെളിയിൽ പോട്ടെന്നായിരിക്കും പുള്ളിയുടെ ഉദ്ദേശം. അല്ലെങ്കിലും അങ്ങനെയുള്ള ചോദ്യമേ ഉള്ളൂ. സംശുദ്ധമായിട്ടുള്ള ഒരാൾക്കും ചോദിക്കാം, ആരാ വരട്ടുമൊന്നും വേണ്ട, നിങ്ങൾ പറഞ്ഞ് ഈ കാളയെ ഞങ്ങൾക്കൊന്ന് കാണട്ടെ. നിങ്ങൾ ഈ കാള ഒരുപക്ഷെ ഈ കാള എന്ന് പറയുന്ന സാധനം BJP-ക്ക് അകത്ത് അല്ലെങ്കിൽ BJP-യുടെ ഉന്നത നേതാവാണെങ്കിൽ, BJP-യുടെ കോർ കമ്മിറ്റിക്ക് അകത്തുള്ള ആളാണെങ്കിൽ, ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ആ കാളയുടെ വിഷയം വരുമ്പോൾ പ്രകടനം നടത്തണം എന്ന് ഉള്ള ആളാണെങ്കിൽ അത് ഇപ്പോഴേ പറഞ്ഞാൽ പോരെ, നാളത്തേക്ക് മാറ്റി വെക്കണോ? അതോ 2 ദിവസം കഴിഞ്ഞ് മുഹൂർത്തം വല്ലതും ഉണ്ടോ? അപ്പൊ ചുമ്മാ ഗമിക്കാന്ന്, ഗിമിക്ക് പുള്ളിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്ക്
സ്വബുദ്ധി നഷ്ടപ്പെട്ടോ എന്ന് പോലും നമ്മൾക്ക് തോന്നുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം കൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, വേറൊരാള് പറഞ്ഞെന്ന്, എന്റെ കയ്യിലെല്ലാം ഇരിപ്പുണ്ട്, എന്റെ കയ്യിലെല്ലാം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിനകത്തുനിന്ന് BJPക്ക് അകത്തുനിന്ന് ഇതിനകത്ത് വന്ന് ഇപ്പൊ അതിന്റെ എല്ലാം അപ്പോൾസനായിട്ട്, അല്ലെങ്കിൽ ഞാനാണ് നേതാവ്, ഞാൻ തന്നെയാ കോൺഗ്രസ്, ഞാൻ പറയുന്ന കോൺഗ്രസിന്റെ എല്ലാം കുഴപ്പങ്ങളിലും മറികടന്ന് ഒരുപക്ഷെ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഫോർമുല വരെ കയ്യിലിരിപ്പുണ്ട്. അല്ലെങ്കിൽ കുറെ നടന്ന് രക്ഷപ്പെടുത്താൻ നിൽക്കുന്ന വാര്യർ കൊച്ചാട്ടൻ. പുള്ളിക്ക് ഇയാളെ കണ്ടപ്പോഴെങ്ങാനും തോന്നിയാണോ BJP ആണ്? അറിയാൻ പറ്റത്തില്ല. കാരണം ഒരു ശകലം ചിത്രഭ്രമത്തിലാണല്ലോ ഇപ്പൊ നടക്കുന്നത്. മാത്രമല്ല പെട്ടെന്ന് തിരിച്ചറിയണമെന്നില്ല. കുറെ കാലം BJP ആയിട്ട് ഒരാളെ കണ്ടുകൊണ്ടിരിക്കും, പെട്ടെന്ന് ഈ വാർത്താ സമ്മേളനം മാധ്യമങ്ങളിലെല്ലാം കൂടെ ഒന്ന് പടുത്തേക്കുന്ന കണ്ടോണ്ട് അയ്യോ ഇല്ല, വാര്യരുടെ കാര്യം കാണും വെച്ച് പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. വാര്യർ അങ്ങനത്തെ മനുഷ്യനൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ വാര്യരുടെ കാര്യം വെച്ച് എങ്ങാനും പറഞ്ഞതാണോ അത് ഒരുപക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കാളയെ തിരഞ്ഞ് ഒരുപക്ഷെ നടക്കുമ്പോൾ ഇതിനകത്തു നിന്ന് തന്നെയുള്ള കാളകളെ ആയിരിക്കുമോ കിട്ടുന്നത് എന്നുള്ളതിനെ പറ്റിയൊന്നും നമ്മൾക്കറിയത്തില്ല. ആ രീതിയിലേക്കൊക്കെയാണ് ഗോവിന്ദൻ സംസാരിച്ചത്. ഇപ്പൊ ഞാനീ പറഞ്ഞതുപോലെ ഇപ്പം ഇതിനകത്തോട്ട് വന്ന നേരത്തെ BJPക്ക് അകത്ത് നിന്ന കാളകൾ വല്ലതും ആണോ എന്നുള്ള കാര്യത്തെ പറ്റി നമ്മൾക്കറിയത്തില്ല. ഏതായാലും പറയണം. അത് BJPക്ക് അകത്ത് ഈ പണി ചെയ്യുന്നവരുണ്ടെ പറ. നിങ്ങൾ എന്തിനാ ആ 2 ദിവസത്തേക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാനോ? ഈ പറഞ്ഞ ആള് ഇങ്ങനെ ലൈവായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളുമായിട്ട് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് അയാളുമായിട്ട് ബന്ധമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആണ്, ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് വെളിയിൽ പറയാമല്ലോ. അത് BJPക്ക് അകത്ത് ഉള്ള ആളാണെങ്കിലും കോൺഗ്രസിനകത്തുള്ള ആളാണെങ്കിലും CPM-നകത്തുള്ള ആളാണെങ്കിലും ആരോട് ചോദിക്കാൻ ആണ് നിങ്ങൾ ഈ 2 ദിവസം വേണമെന്ന് പറഞ്ഞത്? ആരായാലും വെളിയിൽ കൊണ്ടുവരണം. അതിനകത്ത് യാതൊരു കോംപ്രമൈസിന്റെയും കാര്യമില്ല. ആ കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ആളല്ലെന്ന ജനം വിചാരിക്കുന്നത്. ഞാനും അങ്ങനെ വിചാരിക്കത്തുള്ളൂ. അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 2 ദിവസം ചോദിച്ചെങ്കിൽ. അല്ലെങ്കിൽ പറയണോ വേണ്ടായോ എന്ന് വേണ്ടായോ എന്നതിനെ പറ്റി കൂടിയാലോചന നടത്തണമെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന അത്ര സംശുദ്ധിയൊന്നും ഇല്ലെന്ന് വിചാരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇന്ന് തന്നെ പറഞ്ഞേനെ. അല്ലെങ്കിൽ പറയൂ, വരട്ടെ. ഒരു ആൾ മാത്രം വേണ്ട, ഇങ്ങനത്തുള്ള ആൾക്കാരുടെ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴട്ടെ, വെളിയിൽ വരട്ടെ, ആ രീതിയിൽ കാര്യം പറയട്ടെ. ഇത് BJP ആണെങ്കിൽ BJP, CPM ആണെങ്കിൽ CPM. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മാങ്കൂട്ടത്തിനെതിരെ അയാൾ ചെയ്തില്ല എന്നുള്ളതിനെ പറ്റി നമുക്ക് അഭിപ്രായമില്ല, നമുക്ക് വ്യക്തതയില്ല. പക്ഷെ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് നിഷേധിക്കാമായിരുന്നു. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളിനെ ഇതിന്റെ ആ രീതിയിൽ നിങ്ങളുടെ പാർട്ടിക്ക് അകത്തു നിന്നോ വെളിയിൽ നിന്നോ ആൾക്കാർ കണ്ടെത്തി അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ കസ്റ്റഡിയിൽ ഇത്തരത്തിൽ എതിർ പാർട്ടിക്കാരുടെ ആളുകൾ ഉണ്ടെങ്കിൽ, അത്തരക്കാരുണ്ടെങ്കിൽ എന്തിനു സംരക്ഷിക്കണം? സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ പറഞ്ഞതിനെ 2 ദിവസം ചോദിക്കത്തില്ല. അതിനകത്ത് എന്തോ ഒരു കളങ്കമുണ്ട്. ഒന്നെങ്കിൽ ചുമ്മാതൊരു വെടി പൊട്ടിച്ചിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാനസിക അടുപ്പമോ ഐക്യമോ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് വേണം വിചാരിക്കേണ്ടി വരും. യെസ്, ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് VD സതീശൻ കടക്കുകയാണ്. ഒപ്പം BJP-യോടും CPM-നോടും ഒക്കെ സൂക്ഷിച്ചോ എന്ന് പറയുന്നുണ്ട്. ഏത് രീതിയിലാണ് ഇനി ഇത്തരത്തിലുള്ള ഒരു ബോംബ് VD സതീശൻ പൊട്ടിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ വന്നതുപോലെ ഇമ്മോറൽ സൈഡുകളൊക്കെ വളരെ മോശമാക്കുന്ന രീതിയിലുള്ള ബോംബുകളാണോ എന്നതും കണ്ടറിയേണ്ടതാണ്. പക്ഷേ ഏതോ ഒരു നേതാവ് അല്ലെങ്കിൽ CPM-ഓ BJP-യോ മറ്റേതോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായി കേരളം ഞെട്ടുന്ന ഒരു വാർത്ത തനിക്ക് പുറത്തുവിടാനുണ്ട് എന്നാണ് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.